ഒരു ഗൃഹസ്ഥൻ തൻ്റെ കുടുംബത്തിൻ്റെ വരുമാനം എങ്ങനെ ഒരു മാസം ചെലവഴിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ കുറിച്ചു വെക്കാറുണ്ട്. അരി, വളവിനങ്ങൾ, ഗ്യാസ്, അങ്ങനെ എന്തിനെല്ലാം വേണ്ടി, മരുന്നുകൾ, ഇതിനെല്ലാം വേണ്ടിയുള്ള ചെലവുകൾ അദ്ദേഹം കുറിച്ചു വെക്കും. അത് അനാവശ്യ ചിലവുകൾ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് സമൂഹത്തിന് വേണ്ടിയുള്ള ചിലവുകളെക്കുറിച്ച് സർക്കാർ കണ്ടെത്തുന്നതും നിരീക്ഷിക്കുന്നതും കണക്കുവെക്കുന്നതും. ഏതെങ്കിലും വ്യക്തി വരവിൽ കവിഞ്ഞ് ചിലവഴിക്കുകയും സമൂഹത്തെ വിലക്കെടുക്കുകയും ജനപ്രതിനിധികളെയും, എന്തിന് പൗരന്മാരെപ്പോലും തൻ്റെ പണം എറിഞ്ഞ് തനിക്കനുകൂലമായി, തൻ്റെ ഇഷ്ടത്തിനനുകൂലമായി രൂപകൽപ്പന ചെയ്യപ്പെടുന്നുണ്ടോ എന്നുകൂടി ഒരു സർക്കാർ തീർച്ചയായും നിരീക്ഷിക്കുകയും പഠിക്കുകയും അതിനു വേണ്ട നടപടി എടുക്കുകയും വേണം. വിദേശ ഫണ്ടുകൾ ഇന്ത്യയിൽ വരുമ്പോൾ അതിൻ്റെ ഒരു രൂപ പോലും എങ്ങനെ ചിലവഴിക്കുന്നു, നന്മയ്ക്കായാലും തിന്മയ്ക്കായാലും, അത് രാഷ്ട്രഭരണകൂടം തീർച്ചയായും നിയമനിർമ്മിതിയിലൂടെ അത് എങ്ങനെ ചിലവഴിക്കുന്നു എന്ന് അറിയണം. അത് ഈ രാഷ്ട്രത്തിലെ ഓരോ പൗരന്മാരുടെയും നിലനിൽപ്പിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ്.